Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് ജാവ കോഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു 2D അറേ ആണ്. 2D അറേ എന്താണ്, അതുപോലെ മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് സബ്ട്രാക്ഷൻ തുടങ്ങിയ വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ചാനലിനകത്ത് ഉണ്ട്, കാണാത്തവർ കാണാം. അപ്പം നമുക്കിന്ന് ട്രാൻസ്പോസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സാധാരണ എന്താണ്, ട്രാൻസ്പോസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഓർഡർ എത്രയാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര റോസും എത്ര കോളംസും ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു മെട്രിക്സിന്റെ ഓർഡർ പറയുന്നത് എങ്ങനെയാണ്, M/N ഫോർമാറ്റിലാണ്. M/N എന്നാണ് എഴുതുന്നതെങ്കിലും M/N എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര റോസും എത്ര കോളംസും ഉണ്ട്, 3 റോയും 3 കോളവും ഉണ്ട്, ശരിയല്ലേ? 3 റോയും 3 കോളം ഉള്ള മെട്രിക്സ് ആണ്. അപ്പോൾ M എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസിനെ റെപ്രസെന്റ് ചെയ്യാനും N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസിനെ. എപ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് റോയുടെ കൗണ്ട് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് 3 റോയും 3 കോളം ഉള്ളത് കൊണ്ട് ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇപ്പൊ 3 റോയും 4 കോളം ആണെങ്കിൽ 3/4 മെട്രിക്സ് ആണ്. ഇപ്പൊ 4 റോയും 5 കോളം ആണെങ്കിൽ 4/5 മെട്രിക്സ് ആണ്. ഇങ്ങനെയാണ് മെട്രിക്സിന്റെ ഓർഡർ പറയുന്നത്, പിടിയിട്ടല്ലോ. അപ്പൊ ഈ 3/3 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റോസ് എല്ലാം ചേഞ്ച് ആയി കോളംസ് ആവും, മനസ്സിലായോ? അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആയി, തേർഡ് റോ തേർഡ് കോളം ആയി, അങ്ങനെ എലമെന്റുകൾ തിരിഞ്ഞു വരും, പിടിയിട്ടല്ലോ. ആദ്യത്തെ റോയിൽ കിടക്കുന്ന എലമെന്റ് എല്ലാം ആദ്യത്തെ കോളത്തിലോട്ട് വരും, രണ്ടാമത്തെ റോയിൽ കിടക്കുന്നത് രണ്ടാമത്തെ കോളത്തിലോട്ട് വരും, മൂന്നാമത്തെ റോയിൽ കിടക്കുന്നത് മൂന്നാമത്തെ കോളത്തിലോട്ട് വരും. ഇതാണ് ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ലൂപ്പിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു മെയിൻ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സാധാരണ ഇപ്പൊ നമ്മളൊരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ ഇന്റ് എ എന്ന് പറഞ്ഞ ഒരു 2D അറയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ന്യൂ ഇൻഡോ, ഇപ്പൊ 3/3 മെട്രിക്സ് ആണെങ്കിൽ 3/3 ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, പിടിയിട്ടല്ലോ. ഇപ്പൊ സാധാരണ നിങ്ങൾക്ക് എക്സാമിന് ഈ റോയും കോളും യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക, പിടിയിട്ടല്ലോ. ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് ഒരു 3/3 മെട്രിക്സ് ഡിക്ലെയർ ആവും. ഇതല്ലാതെ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ 3/3 അല്ലെങ്കിൽ എത്ര കോളം ഉണ്ടെന്ന് ഇവിടെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്കാനറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ ഇൻപുട്ട് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ. ഓക്കെ, അപ്പോ ന്യൂ സ്കാനർ system.in എന്ന് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ വാങ്ങുന്ന എന്താണ്, റോ കൗണ്ട് അല്ലേ. അപ്പോൾ സിസ് ഔട്ടിനകത്ത് എന്റർ റോ കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പൊ എത്രയാണ് റോ കൗണ്ട് എന്ന് പറയുന്നത് എന്റെ എന്തായാലും ഇന്റിജർ ആയിരിക്കും അല്ലെ. അപ്പോൾ ഇന്റ് റോ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ്. ഓക്കെ, ഇന്റിജർ ആയിരിക്കുമല്ലോ റോ. അതുപോലെ തന്നെ എനിക്ക് കോളത്തിന്റെ എണ്ണവും ഞാൻ വാങ്ങിക്കുകയാണ്. അപ്പൊ ഈ സിസ് ഔട്ട് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്, Ctrl+V കോളം കൗണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് കോളം ആക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ കോളം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റോയും വാങ്ങി കോളവും വാങ്ങി, എത്ര എണ്ണം ഉണ്ടെന്ന് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഇനി എന്താണ്, ഈ റോയും കോളവും അനുസരിച്ചുള്ള ഒരു മെട്രിക്സ് ആണ് എനിക്ക് ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 3/3ക്ക് പകരം റോ കോളം എന്ന് കൊടുത്തു, പിടിയിട്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് റോയും കോളും അനുസരിച്ച് ഒരു മെട്രിക്സ് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ 3/2 എന്നൊക്കെ കൊടുത്ത് അത് സ്റ്റാറ്റിക് ആയിട്ട് എപ്പോഴും ആ സൈസിലുള്ളതേ വരത്തുള്ളൂ. ഇത് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ യൂസറുടെ കയ്യിൽ ഞാൻ 3/3 ആണ് വാങ്ങുന്നതെങ്കിൽ 3/3 ഇവിടെ അലോക്കേറ്റ് ആവും. 3/4 ആണെങ്കിൽ 3/4. അപ്പൊ ഒരു മെട്രിക്സ് മതി, എനിക്ക് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ പോരെ. അപ്പൊ A എന്നുള്ള മെട്രിക്സിനകത്തോട്ട് ഇപ്പൊ മെട്രിക്സിന്റെ സൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പോ സിസ് ഔട്ട് കൊടുക്കുകയാണ്, എന്റർ എലമെന്റ്സ്. ഓക്കെ, എന്റർ എലമെന്റ്സ് കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു അറയിൽ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന ഫോർ ലൂപ്പ് യൂസ് ചെയ്താണ്, ശരിയല്ലേ? ഇതിനകത്ത് 2D അറേ ആയതുകൊണ്ട് 2 ഫോർ ലൂപ്പ് വേണം. കാരണം എന്താ, ഒന്ന് റോയെ ഹാൻഡിൽ ചെയ്യാനും ഒന്ന് കോളത്തിനെ ഹാൻഡിൽ ചെയ്യാനും. അപ്പൊ നമ്മൾ കൊടുക്കും ഫോർ ഇന്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ എവിടെ വരെ ഇൻസേർട്ട് ചെയ്യണം, റോ കൗണ്ട് വരെ, ശരിയല്ലേ? I ++ എന്ന് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇന്നർ ലൂപ്പ് കോളത്തിന്. ഇപ്പോൾ ഔട്ടർ ലൂപ്പ് നമ്മൾ ആദ്യം എഴുതേണ്ട റോയുടെ ആയിരിക്കണം, കേട്ടല്ലോ. ഫോർ ഇന്റ് അത് നേരത്തെ കൊടുത്തല്ലോ. അപ്പൊ J ഈക്വൽ ടു 0, J ലെസ് ദാൻ കോളം J
പ്ലസ് പ്ലസ്. ഇങ്ങനെയാണ് നമ്മൾ 2D അറേയുടെ ഒരു ലൂപ്പ് എഴുതുന്നത്. ഓക്കെ, ഈ ലൂപ്പ് എഴുതി. ഇനി എന്താണ്, എനിക്ക് ഈ അറേക്കകത്തോട്ടാണ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കണം a of i. i എന്ന് പറയുന്നത് റോയുടെ ഇത് റെപ്രസെന്റ് ചെയ്യാനുള്ളത്. i jക്കകത്തോട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട്, കാരണം എന്താ, കൺസോളിൽ നിന്നല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് നെക്സ്റ്റിന്റെ. അപ്പൊ എന്താണ്, നമ്മുടെ എലമെന്റുകൾ ഇൻസേർട്ട് ആയി. ഇപ്പൊ ഇത് വർക്കാവുമ്പോ എങ്ങനെയായിരിക്കും, ആദ്യം നമ്മുടെ ഇത് എന്ന് പറയുന്നത് 0th റോ. അപ്പൊ നിങ്ങൾ 0th റോന്ന് ഫസ്റ്റ് റോന്ന് എങ്ങനെ വേണേലും തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് റോ എന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ശരിയല്ലേ? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലോട്ട് ഈ എലമെന്റ് ഇൻസേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ ഫസ്റ്റ് റോ തേർഡ് കോളം, അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് റോയിലോട്ട് വരും. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. പിടിയിട്ടില്ലേ? ഇതിപ്പോ എന്ത് പറ്റും എന്ന് വെച്ചാൽ, ആദ്യം ഇപ്പൊ ഞാൻ 0th റോ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇമേജ് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താണ്, ആദ്യം i = 0, 0 ലെസ് ദാൻ, ഇപ്പൊ ഞാൻ റോയുടെയും കോളത്തിന്റെ എണ്ണം 3 ആണ് വാങ്ങിയത്. എന്റെ ഒരു 3x3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു 3x3 മെട്രിക്സിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, 0 ലെസ് ദാൻ 3 ആണോ നോക്കും. അതെ, അപ്പൊ ഈ ലൂപ്പിനകത്തോട്ട് കയറും. അത് കഴിഞ്ഞ് ജെയുടെ വാല്യൂ എത്രയാണ്, 0. അതും 0 ലെസ് ദാൻ 3 അല്ലേ, ആണ്. അപ്പൊ എന്താണ്, ഫസ്റ്റ് എലമെന്റ് ഇങ്ങോട്ട് ഇൻസേർട്ട് ആവും. എങ്ങോട്ടാണ് ഇൻസേർട്ട് ആവുന്നത്, ഇതിപ്പോ 0th റോ തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 0th റോ ഫസ്റ്റ് റോ സെക്കൻഡ് റോ, 0th കോളം ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം, അങ്ങനെയാണ്. ഇവിടെ വേണേ 1 എന്ന് തൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ a of 0 0 അതായത് ഇപ്പൊ ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂ 0 ആണല്ലോ, a of 0 0 ആദ്യത്തെ എലമെന്റ് ഇൻസേർട്ട് ആയി, അതായത് 1. പിടിയിട്ടല്ലോ? ഇനി ഈ ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ തെറ്റാവുന്നവരെ ഇന്നർ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. പിടിയിട്ടല്ലോ? അപ്പൊ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 1 ആയി. അപ്പൊ എത്രയാണ്, 1 ലെസ് ദാൻ 3 ആണ്, ശരിയല്ലേ? അപ്പൊ ഇപ്പൊ ഐയുടെ വാല്യൂ 0 തന്നെ, ജെയുടെ വാല്യൂ പക്ഷെ 1 ആയി. അപ്പൊ 0 1ലേക്ക്, അതായത് നെക്സ്റ്റ് ഇൻഡെക്സിലേക്ക് അടുത്ത എലമെന്റ് ഇൻസേർട്ട് ആവും. നെക്സ്റ്റ് ജെ വീണ്ടും ഇൻക്രിമെന്റ് ആവും, 2 ആവും. 2 ലെസ് ദാൻ 3 ആണല്ലോ, അപ്പൊ a of 0 3ലേക്ക് നെക്സ്റ്റ് എലമെന്റ് ഇൻസേർട്ട് ആവും. അപ്പൊ 3 ഇൻസേർട്ട് ആയി. അത് കഴിഞ്ഞ് വീണ്ടും ഇൻക്രിമെന്റ് ആവുമ്പോൾ ജെയുടെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ 3 ആണോ, അല്ല. അപ്പൊ ഈ കണ്ടീഷന് വെളിയിൽ വരും. എന്നിട്ട് i ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ നേരത്തെ 0 ആയിരുന്നു, നെക്സ്റ്റ് 1 ആയി. അപ്പൊ എത്രയാണ്, ഫസ്റ്റ് റോയിലോട്ട് വന്നു. അപ്പൊ ഓരോ റോയിലെയും എല്ലാ കോളത്തിലും ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റും ഇൻസേർട്ട് ആയി കഴിഞ്ഞിട്ട് സെക്കൻഡ് റോയിലോട്ട് വരും. ഇങ്ങനെയാണ് ഇതിന്റെ ഇൻസേർഷൻ നടക്കുന്നത്. അപ്പൊ ഈ ലൂപ്പ് എങ്ങനെയാണെന്ന് പിടിയിട്ടല്ലോ? ഇത് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എന്റെ 2D അറേ എന്നുള്ള വീഡിയോയ്ക്കകത്തും എന്റെ മെട്രിക്സ് അഡീഷനകത്തും ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോ ഞാൻ എന്റെ എലമെന്റ്സ് ഇൻസേർട്ട് ആയി. ഇനി എലമെന്റ് പ്രോപ്പർ ആയിട്ട് ഇൻസേർട്ട് ആയോന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സിസ് ഔട്ട് കൊടുത്തിട്ട് എലമെന്റ്സ് ആർന്ന് കൊടുക്കാം. എന്നിട്ട് എന്താണ്, ഈ സെയിം ഫോർ ലൂപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അതായത് റോ കോളം വൈസ് ആണല്ലോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫോർ ഇന്റ് i = 0, i ലെസ് ദാൻ റോ i പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ കോളത്തിന്റെ ലൂപ്പ് എഴുതുക. ഫോർ ഇന്റ് j = 0, j ലെസ് ദാൻ കോളം j പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ എലമെന്റ് പ്രിന്റ് ചെയ്യല്ലേ, അപ്പോ നമ്മൾ അറേ പ്രിന്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്താണ്, എന്റെ അറേ നെയിം a എന്നല്ലേ, a of i j പ്രിന്റ് ചെയ്യാണ്. പിടിയിട്ടല്ലോ? അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഇങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ എല്ലാ എലമെന്റും വരും. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചോണോ, ആ മെട്രിക്സിന്റെ ഓർഡറിൽ ആ രീതിയിൽ തന്നെ പ്രിന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഈ ഇന്നർ ലൂപ്പിൽ കയറുമ്പോൾ ഒരു റോ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ മാറുമ്പോൾ നെക്സ്റ്റ് റോയിലോട്ട് പോകുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ലൈൻ ഓരോ എലമെന്റ് പ്രിന്റ് ആവത്തേ ഉള്ളൂ. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ എല്ലാം ഞാൻ കളയുക. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഒറ്റ ലൈനിൽ പ്രിന്റ് ആവും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാം കൂടെ കൂടി ചേർന്നായിരിക്കും പ്രിന്റ് ആവുന്നത് ഫസ്റ്റ് റോയിലെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇവിടെ അതിന്റെ കൂടെ ഒരു സ്പേസ് അപ്പൻഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആയി കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കും നെക്സ്റ്റ് എലമെന്റ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റും പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂടി ചേർന്നായിരിക്കും വരിക. അപ്പൊ ഞാൻ ഇത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും നോക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. അപ്പൊ എന്റെ റോ കൗണ്ട് ചോദിച്ചു. ഞാനിപ്പോ തൽക്കാലം 3x3 തന്നെ കൊടുക്കുകയാണ്. എലമെന്റ്സ് കൊടുക്കുകയാണ് 1 2 3 4 5 6 7 8 9. ദാ എലമെന്റ്സ് ആർ ഇങ്ങനെ ഒറ്റ ലൈനിൽ പ്രിന്റ് ആയി. നമുക്ക് എങ്ങനെയാണ് ഈ 1 2 3 കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ വേണം ഇത് വരാൻ, ഇത് പ്രിന്റ് ആയി നെക്സ്റ്റ് ലൈനിൽ വേണം ഇത് വരാൻ. മനസ്സിലായോ? ഇതിപ്പോ ഇങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് ഒറ്റ ലൈനിൽ തന്നെ എല്ലാം കൂടെ പ്രിന്റ് ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റും ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ln സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സിസ് ഔട്ട്
വെറുതെ ഇങ്ങനെ കൊടുക്കുക. നമ്മൾ നമ്മുടെ റോ കോളം അനുസരിച്ചുള്ള എലമെന്റുകളൊക്കെ ഇൻസേർട്ട് ചെയ്തു. നമ്മുടെ മെട്രിക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ റൺ ചെയ്ത് കാണിക്കണ്ടല്ലോ, വന്നിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് ട്രാൻസ്പോസ് ചെയ്യണം അല്ലെ. ഇനി എങ്ങനെയാണ് ട്രാൻസ്പോസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ട്രാൻസ്പോസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റോ എലമെന്റ്സ് എല്ലാം കോളത്തിലോട്ടാവും, ശരിയല്ലേ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ റോയും കോളവും കൂടെ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. ആ ഒരു ചെറിയ മാറ്റം മാത്രം ചെയ്താൽ മതി. നമ്മുടെ റോ കൗണ്ടും കോളം കൗണ്ടും അനുസരിച്ച് എലമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് അതെല്ലാം പ്രിന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ട്രാൻസ്പോസ് കാണുന്നത് അല്ലെ. അപ്പോൾ ട്രാൻസ്പോസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണേൽ ട്രാൻസ്പോസിന് വേണ്ടിയിട്ട് വേറൊരു 2D അറേ ഉണ്ടാക്കിയിട്ട് അതിൽ സേവ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരൊറ്റ അറേ യൂസ് ചെയ്ത് വേണേൽ സിമ്പിൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ പഴയ ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഈ 2 ഫോർ ലൂപ്പിന്റെ ആവശ്യമുള്ളൂ. പിടികിട്ടിയല്ലോ. ഇതിനകത്ത് എന്താണ് ഒരു മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ റോയുടെ സ്ഥാനത്ത് കോളം കൊടുക്കുക, കോളത്തിന്റെ സ്ഥാനത്ത് റോ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മളെങ്ങനെ സാധാരണ എഴുതുക, ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ റോ എന്നല്ല എഴുതുക. അതിന് പകരം കോളം എന്ന് കൊടുക്കുക, ഐ പ്ലസ് പ്ലസ്. ഇനി ഇന്നർ ലൂപ്പ് എഴുതുക, ഫോർ ഇൻറ്റ് ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ നമ്മൾ സാധാരണ കോളം എന്നല്ല എഴുതുക. അപ്പൊ കോളത്തിന്റെ സ്ഥാനത്ത് നമ്മൾ റോ കൊടുക്കണം. ഓക്കെ, ജെ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. പിടികിട്ടിയല്ലോ. ഇനി എന്താണ്, നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ സിസ് ഔട്ട് ചെയ്താൽ മതി. നമ്മൾ അറേ ഒന്ന് റിവേഴ്സ് ചെയ്ത്, നമ്മുടെ 2D അറേ റിവേഴ്സ് ചെയ്തൊന്ന് പ്രിന്റ് ചെയ്താൽ മതി. അതായത് എ ഓഫ് ഐ ജെക്ക് പകരം ജെ ഐ എന്ന് പ്രിന്റ് ചെയ്താൽ മതി. പിടികിട്ടിയല്ലോ. അതായത് ഇപ്പൊ നമുക്കിത് പ്രോപ്പർ ആയിട്ട്, ഇതിപ്പോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് നേരെ റിവേഴ്സ്, അതായത് കോളം കിടക്കുന്നിടത്ത് റോയും റോ കിടക്കുന്നിടത്ത് കോളം അല്ലേ വന്നേ, അതുപോലെ തന്നെ റോയുടെ സ്ഥാനത്ത് കോളം കൊടുക്കുക, കോളത്തിന്റെ സ്ഥാനത്ത് റോ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവും, അതുകൊണ്ട് ഇത് കളയുക. എന്നിട്ട് ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും ജസ്റ്റ് ഒരു സ്പേസ് ഇടുക. എന്നിട്ട് ഇന്നർ ലൂപ്പ് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കാം, ട്രാൻസ്പോസീസ് എന്ന് പറഞ്ഞ്. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ കൊടുക്കുന്നത് എപ്പോഴും ഒരേ റോയും ഒരേ കോളവും അല്ലേ കൊടുക്കുന്നത്. ഞാനിപ്പോ 3 റോയും 2 കോളവും കൊടുക്കുകയാണ്. ഓക്കെ, എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. ഇതാ 3 റോയും 2 കോളവും, അത് മാറി 3 കോളവും 2 റോയും ആയി. കിട്ടിയല്ലോ. അപ്പൊ ദാ 135 മോളി വന്നു, 246 ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ട്രാൻസ്പോസ് കാണുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേറെ അറേ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടത് കോളത്തിന്റെ സ്ഥാനത്ത് റോയും റോയുടെ സ്ഥാനത്ത് കോളവും കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഐ ജെ എന്നല്ലേ പ്രിന്റ് ചെയ്യുന്നത്, നേരെ തിരിച്ച് പ്രിന്റ് ചെയ്യുന്നു, ജെ ഐ എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, സാധാരണ നമ്മൾ അറേ പ്രിന്റ് ചെയ്യുന്നോണം തന്നെ സ്പേസ് കൊടുത്ത് ഒരു റോ കംപ്ലീറ്റ് ആകുമ്പോൾ നെക്സ്റ്റ് ലൈൻ കൊടുത്ത് പ്രിന്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോസ്. വളരെ സിമ്പിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.